CMRL അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ശശിധരൻ കർത്തയുടെ ഒരു മൊഴി പുറത്തു വന്നു എന്നുള്ള രീതിയിൽ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നിരുന്നു. രാവിലെ തൊട്ട് എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു. ശശിധരൻ കർത്തയുടെ മൊഴി പുറത്തു വന്നു എന്നുള്ളതും വീണ വിജയനെയും പിണറായി വിജയനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന തലത്തിലൊക്കെ വാർത്തകൾ വന്നു. അപ്പം ഇപ്പം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി. ഇതിനകത്ത് പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ വന്ന് വാർത്തകൾക്ക് മറുപടി പറയേണ്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. അതിനെ ഈ എല്ലാ വാർത്തകളും ശരിയാണോ എന്നൊരു ചോദ്യമാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് അതിനെ ഒരു ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ശ്രീമതി ടീച്ചറിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പിണറായി വിജയൻ മറുപടി പറഞ്ഞേക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു പിണറായി ചോദിക്കുന്നത് വളരെ രസമാണ്. ഇപ്പോൾ കമല ഇന്റർനാഷണൽ അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. കമല ഇന്റർനാഷണൽ എന്ന് പറയുന്നത് അത് വിട്ടോ നിങ്ങൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഈ കഴിഞ്ഞ കാലം അത്രയും കഴിഞ്ഞ 10 വർഷത്തിന് മുൻപ് 10 വർഷമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട്, അതിനും പാർട്ടി സെക്രട്ടറിയായിട്ട് അദ്ദേഹം ഇരിക്കുന്ന കാലം മുതൽ തന്നെ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ഏറ്റവും അധികം എന്താ പറയുക മാധ്യമങ്ങളടക്കം കൊല വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയാം, പച്ചയ്ക്ക് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അത് ഒരേ ഒരാൾ മാത്രമായിരിക്കും, അത് പിണറായി വിജയനായിരിക്കും. മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. മാധ്യമങ്ങൾക്ക് ഇഷ്ടമല്ല പിണറായി വിജയനെ. മാധ്യമങ്ങൾ അത്ര വാഴ്ത്തിപ്പാടാറില്ല. ആ പാട് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് എഴുതുന്ന രണ്ടേ ഇതേ ഉള്ളൂ. ഒന്ന് ദേശാഭിമാനിയും ഒന്ന് കൈരളി TV-യും. അല്ലാതെ പിണറായി വിജയനെ കുറിച്ച് ഒരു മാധ്യമവും നല്ലതായിട്ട് റിപ്പോർട്ട് ചെയ്യാറില്ല. അദ്ദേഹത്തിന് എവിടെ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ ആ നെഗറ്റീവ് ഷെയ്ഡിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ മാധ്യമങ്ങൾ എടുത്തു പോകുന്ന ഒരു നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല. അദ്ദേഹം മൈക്കിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് മൈക്കിനോട് ചിലപ്പം അദ്ദേഹത്തിന് അല്ലെങ്കിൽ മൈക്ക് ഓഫായി പോകുന്നു, സംസാരിക്കുന്നത് കേൾക്കുന്നില്ല. അപ്പം മൈക്ക് ഓപ്പറേറ്ററെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ തനത് സ്വഭാവ രീതിയിൽ അതിൽ കാർക്കശ്യത്തോടു കൂടി കാര്യങ്ങൾ പറയും. അത് പിന്നെ കുറേ ദിവസത്തേക്ക് വാർത്തകളായി. പിന്നെ മൈക്ക് എന്താ പറയുക സൗണ്ട് എഞ്ചിനീയറോട് തട്ടിക്കയറി എന്നടക്കമുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇങ്ങനെ പറഞ്ഞ് മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വീണ വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മകളായതുകൊണ്ട് വീണ വിജയൻ നടത്തുന്ന എന്ത് പ്രവർത്തനവും അല്ലെങ്കിൽ ഏത് ജോലിയാണെങ്കിൽ പോലും അതിൽ ക്രമക്കേട് ആരോപിക്കുക എന്ന് പറയുന്നത് ഒരു പതിവ് രീതിയായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കോളൂ. എക്സാലോജിക്ക് CMRL എന്ന് പറയുന്ന ഈ 2 കമ്പനികൾ തമ്മിൽ, അതായത് ശശിധരൻ കർത്തയുടെ കമ്പനിയാണ് CMRL. എക്സാലോജിക് IT സൊല്യൂഷനായിട്ട് വീണ വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി 2024 ഈ മൊഴി ശശിധരൻ കർത്ത പറയുന്നത്. അതായത് ഞങ്ങൾ വീണയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണയുടെ കമ്പനിക്ക് ഞങ്ങൾ ഈ കരാർ കൊടുത്തത് പിണറായി വിജയനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പുറത്താണ് എന്നാണ് ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശശിധരൻ കർത്തയുടെ ഡയറിക്കുള്ളിൽ നിന്നും ശശിധരൻ കർത്തയുടെ മൊഴി അനുസരിച്ച് രമേശ് ചെന്നിത്തല ഇവിടെ കാശ് മേടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. RC എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബുക്കിലുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി KK എന്ന് പറയുന്ന ഒരാളുടെ പേര് അതിനകത്തുണ്ട്. കുഞ്ഞാലിക്കുട്ടി പൈസ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംഭാവന എന്നുള്ള നിലയിലേക്ക് അത് ഈ പറയുന്ന രമേശ് ചെന്നിത്തല പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല തുറന്ന് സമ്മതിച്ച കാര്യമാണ്. അല്ലാതെ പിന്നെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടേക്കും. ഇത്ര RC ഇത്ര കോടി, പിന്നെ KK ഇത്ര, PV ഇത്ര എന്നൊക്കെ പറയാണ്ട് ഇങ്ങനെ എഴുതിയിടുന്ന ശീലം ശശിധരൻ കർത്തയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇപ്പം നോക്കുമ്പോൾ നമ്മൾ നോക്കിയ വീണ വിജയൻ്റെ കുറേ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് മരവിപ്പിച്ചു, എല്ലാം കൂടി 10-30 ലക്ഷം രൂപയ്ക്കകത്ത് വരും വീണ വിജയൻ്റെ മരവിപ്പിച്ചു എന്ന് പറയുന്ന സ്വത്തുക്കൾ. പിന്നെ ആകപ്പാടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ആകപ്പാടെ കിടക്കുന്ന 25,000 ചില്ലുവാൻ രൂപ എങ്ങാണ്ടാണ് അതിനകത്ത് കിടക്കുന്ന ആകെയുള്ള 25,800 സംതിങ് രൂപയാണ് അതിനകത്ത് കിടക്കുന്ന ആകെയുള്ള തുക, അവർ കണ്ടുപിടിച്ച പൈസ. അപ്പം ഇവിടെ സൊല്യൂഷൻസ് ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് കൊടുത്തിട്ടില്ല എന്നാണ്. നമുക്കിപ്പോൾ ഒരു സർവീസ് കൊടുത്താൽ മാത്രം ഒരു കരാർ വെക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര നാളത്തേക്ക് നമ്മൾ ആ കമ്പനിയുമായിട്ടൊരു കരാർ ഉണ്ടാക്കുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമല്ല, ഇപ്പം നമ്മളിവിടെ അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെൻ്ററുമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സർവീസിങ് ഒരു സൊല്യൂഷൻസ് IT സൊല്യൂഷൻസുമായിട്ട് നമ്മളൊരു ഡീലിംഗ് ഉണ്ടാക്കുന്നു. ഡീലിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര നാൾ നമ്മൾ അവരുമായിട്ട് കരാറുണ്ടാക്കും. ഇപ്പോൾ പ്രതിമാസം ഇത്ര രൂപ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം വെറുതെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളിത് റിപ്പയർ ചെയ്ത് തരണം, സർവീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സർവീസ് ഇത് എല്ലാ മാസവും സർവീസ് തരണം എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ളതാണ് അതിനകത്തിലെ വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. പിന്നീട് എന്തിനായിരുന്നു ഇപ്പോൾ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് CMRL പണം കൊടുത്തു എന്ന് തന്നെ വെക്കുക, നല്ല സർവീസിനില്ലാതെ പിന്നെ എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പണം കൊടുത്തിരുന്നത്?
പിന്നെ എന്തിനാണ് കുഞ്ഞാലിക്കുട്ടിക്ക് പണം കൊടുത്തിരുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുകയും പിന്നീട് പ്രതിപക്ഷ നേതാവാകുകയും ചെയ്ത ഒരു നേതാവാണ്. കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹം വ്യവസായ വകുപ്പ് മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രി, അതായത് ഇപ്പോഴും അദ്ദേഹം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അപ്പം വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കും രമേശ് ചെന്നിത്തലയെ പോലുള്ള പിന്നെ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിരുന്ന ഒരാൾക്കും ഈ പറയുന്ന തുക എന്തിനായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാവുന്ന പോലെ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ, നമ്മൾ പലപ്പോഴും സംസാരിച്ചൊരു കാര്യം അതാണ്. ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ആ വിവാദം കരിമണൽ കർത്ത, അതായത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന ആൾ കേട്ടോ, ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായിട്ട് വാങ്ങിയ ഒരാളാണ് KC വേണുഗോപാൽ, ആ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ ഈ മാധ്യമങ്ങൾ ഇത് പൊക്കിപ്പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ഈ പറയുന്ന പിണറായി വിജയന്റെ കുടുംബത്തെ ഒന്നും കൂടി ഒന്ന് അവഹേളിക്കണമെന്നുള്ള ഉദ്ദേശം അത്രേ ഉള്ളൂ. മാധ്യമങ്ങൾ അങ്ങനെ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ പറയുന്നതല്ലേ ശരിയാവണമെന്നുണ്ടോ? മാധ്യമങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് കരുതുന്നിടത്തല്ലേ പ്രശ്നമുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഈ കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചറിന് എന്തുകൊണ്ടാണ് പരാതി നൽകേണ്ടി വന്നത്? മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, തുടർന്ന് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ട് കണക്ട് ചെയ്ത് പരാതി കൊടുക്കുന്നു. ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല എന്ന് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പിന്നെ സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വനിതാ നേതാവിനെ, കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു വനിതാ നേതാവിനെ, കേരളത്തിൽ നിന്ന് MP ആയിരുന്ന ഒരു വനിതാ നേതാവിനെ തീർത്തും വ്യക്തിഹത്യ നടത്തിക്കൊണ്ടല്ലേ മാധ്യമങ്ങൾ വാർത്ത മെനഞ്ഞത്. അതിൽ ഈ സംഘപരിവാർ ചാനലുകളൊക്കെ അതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ കർമ്മ ന്യൂസ് പോലെയുള്ള ജനൻ TV പോലെയുള്ള ചാനലുകൾ ഇത്തരത്തിലുള്ള വാർത്ത പടച്ചുവിടുകയാണ് ചെയ്യുന്നത്. എന്താണ് അവിടെ KR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഭാര്യയായി നടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് പെൻഷൻ കൈപ്പറ്റുന്നത് ഇന്ന് ഗുരുതരമായ ഒരു ആരോപണമാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയുള്ളൂ. ആ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്നങ്ങ് അഭിനയിക്കുന്നു. അത് അവരുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു സ്ത്രീ, ഒരു വനിതയെ എങ്ങനെയാണ് വനിത വേറൊരാളുടെ ഇപ്പം ഓൾറെഡി ഭർത്താവും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു വനിതയെ സംബന്ധിച്ച് അവർക്ക് സർക്കാരിൽ നിന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെൻഷൻ കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന സാധനമല്ലേ? അല്ലെ? ഒരു സ്ത്രീയുടെ അവർക്ക് അവരുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സ്ത്രീക്ക് അവർക്ക് വ്യക്തിത്വമുണ്ട്. അത് മറ്റ് നമ്മൾ പറയുന്ന എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അപ്പം ടീച്ചറിന് മാത്രം ഉണ്ടെന്നല്ല പറയുന്നത്, ശ്രീമതി ടീച്ചറിന്റെ മാത്രമെന്നല്ല പറയുന്നത്, എല്ലാ സ്ത്രീകൾക്കും ആ ഡിഗ്നിറ്റി ഉണ്ട്. പകരം ഇത് എങ്ങനെ എത്ര മോശപ്പെട്ട ഒരു ആരോപണമാണെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തരംതാണ ആരോപണമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പിന്നീട് ഈ KR കൃഷ്ണൻ എന്ന് പറയുന്ന ആള് പഴയ MLA തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ 2020 മരണപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. ആ 2020 മരണപ്പെട്ടു പോയ ആ ഭാര്യ പെൻഷൻ മേടിച്ചിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ അത് ശ്രീമതി ടീച്ചർ ആയിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം. എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ട് ഈ രീതിയിൽ വാർത്ത കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ആ ചോദ്യം വളരെ കൃത്യമാണ്. ഇപ്പം ഇതുപോലെ CPM-നെതിരായി മാധ്യമങ്ങൾ വാർത്തകൾ പടച്ചുവിടുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കൃത്യമായി പറയേണ്ടി വന്നത്. പിണറായി വിജയന് പറയേണ്ടി വന്നു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഈ പറയുന്ന ഇടതുപക്ഷത്തിന് നേരെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള വേട്ട അങ്ങനെ തന്നെ പറയേണ്ടി വരും. ആ വേട്ട നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. ഏതറ്റം വരെ എത്തി നിൽക്കുന്ന വേട്ടകളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനെതിരായി നടന്നിട്ടുള്ളതെന്ന്. ഇടതുപക്ഷത്തെ ഏതൊരു നേതാവ് എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മൾ നോക്കിക്കോളൂ. എത്ര കാലമാണ് ഈ പിന്നെ കോൺഗ്രസിനെതിരായിട്ട് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല കാശ് മേടിച്ചതും കുഞ്ഞാലിക്കുട്ടിക്ക് കാശ് കിട്ടിയതും ഒന്നും വാർത്തയാവാതെ പോയത്? അല്ല, അതും അതിനകത്ത് വരേണ്ടതല്ലേ? അല്ല, അതും ഈ പറയുന്ന വാർത്തയിൽ ഉൾപ്പെടേണ്ടതല്ലേ? ഇതൊന്നും വാർത്തയിൽ വരില്ല. മനഃപൂർവ്വം മുഖം ഇതൊരു ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു വലതുപക്ഷം പിടിച്ചിട്ടാണ് പോകുന്നത്. പല മാധ്യമങ്ങളും ഈ പറയുന്ന എസ്പെഷ്യലി സോഷ്യൽ മീഡിയ പലപ്പോഴും ഒരു വലത് ചായ്വോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് തെറ്റായ പ്രവണതയാണ് സത്യത്തിൽ. ഇത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയുടെ ജെനുവിനിറ്റിയെക്കുറിച്ച് ചിന്തിക്കാതെ പലപ്പോഴും വാർത്തകൾ പടച്ചുവിടുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്, വലിയൊരു പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം ഇവിടെ പിന്നെ CPM-നെതിരെ നടക്കുന്ന നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. കാരണം ഈ G. സുധാകരൻ പറഞ്ഞ ഒരു പരാമർശം അത് എത്ര കാലം ചർച്ച ചെയ്തു? വലിയ ചർച്ചയിലേക്കൊന്നും പോയില്ല. CS സുജാതയെക്കുറിച്ച് മോശമായി പരാമർശിച്ച കാര്യം അത് എത്ര കണ്ടുകൂടിപ്പോയി. അതേസമയം CPM-കാർ പിന്നെ വെറുതെ ഒരു അവിടെ പോയിട്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ വീട്ടിലെ വിജയരാഘവൻ പോയിട്ട് ഒരു നേരത്തെ ആഹാരം കഴിച്ചു. അതെന്ത് വലിയ വാർത്തയായി? എത്ര ദിവസം ചർച്ച ചെയ്തു? അവിടെ നിന്ന് വലിയ കൂടിക്കാഴ്ച നടന്നു എന്ന് അല്ലേ? ഈ നമുക്ക്
അറിയാവുന്ന പോലെ ഇ പി ജയരാജൻ സഖാവ് നമുക്ക് ഇദ്ദേഹവുമായിട്ട് പ്രകാശ് ജാവ്ദേക്കറുമായി ഒന്ന് വീട്ടിൽ വെച്ച് കണ്ടുമുട്ടി. അതിനകത്ത് എന്തോരം വാർത്തകൾ വന്നു. എന്നിട്ട് വന്ന എന്താണ്, അദ്ദേഹം BJP-യിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളുടെ പ്രകാരമാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. എത്ര മനോഹരമായ ആചാരമാണെന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ട് കൂടിയില്ല. ഇ പി ജയരാജൻ പറഞ്ഞ എന്താണ്, വന്ന സമയത്ത് ഒരു ചായ കൊടുത്തു, പറഞ്ഞു പോയി, കഴിഞ്ഞു പോയി. ഈ രീതിയിൽ വാർത്ത പടച്ചുവിടുകയും അതിന്റെ പേരിൽ ഇ പി ജയരാജൻ എത്ര കാലം ഇതിന്റെ പേരിൽ ഇത് വലിയ മാധ്യമ ചർച്ചയിലേക്ക് പോയി. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റൊരു ചർച്ചയും നടക്കാത്തത്? ഇവിടെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വി ഡി സതീശൻ എന്ന് പറയാൻ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പോയിരുന്നു, പിന്നെ മംഗലാപുരത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന ഒരാളായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയിലേക്ക് പോകാഞ്ഞത്? എത്ര ദിവസം ചർച്ച ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പോട്ടെ, മുഹമ്മദ് റിയാസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ചു. ഇപ്പൊ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹം പിന്നെ കായംകുളം MLA ലിജു മന്ത്രിയാണല്ലോ, പൊതുമരാമത്തൊക്കെ അല്ല ഇതിന്റെ മന്ത്രിയാണല്ലോ, പിന്നെ എന്താ എക്സൈസ് വകുപ്പ് മന്ത്രിയല്ലേ. ഈ ലിജു നിതിൻ ഗഡ്കരിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. സംഭവം ലളിതമാണ്. കായംകുളത്ത് മേൽപ്പാലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നു. അദ്ദേഹം ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ഇത് മുഹമ്മദ് റിയാസ് പോയപ്പോൾ എന്താ പറയുന്നത്, മരുമോനെ വിട്ട് BJP-യുമായി ഡീൽ ഉറപ്പിക്കാൻ പോയിരിക്കുന്നു എന്നായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെന്നേ. ഇതായിരുന്നു ചർച്ചാ വിഷയം. എല്ലാവരും കോൺഗ്രസ്സുകാരടക്കം ഏറ്റെടുത്ത് ചർച്ച ചെയ്തു. ഇത് ഒരാളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇതാണ് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും ഇവിടെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി മാധ്യമ വാർത്തകൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. അതിന് എത്ര കാലം കഴിഞ്ഞാലും CPM-ഉം മാധ്യമങ്ങളും ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത്തരത്തിലുള്ള വാർത്തകൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യമാകണം എന്നില്ലല്ലോ എന്ന് പിണറായി വിജയൻ ചോദിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്.